ഹായ് ഹലോ ഇന്നത്തെ ബുക്ക് പാലക്കാടാണ്. പാലക്കാട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏട്ടൻ്റെ ചേട്ടൻ റോസപ്പനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എവിടെ തിരിഞ്ഞാലും കാണാമല്ലോ ബ്ലോക്ക്. അതുപോലെ ബ്ലോക്ക് ഒരു അരമണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ കിട്ടി. നമ്മുടെ കിരൺ സാറ് റോളും പിടിച്ച് റീല് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊന്ന് ഉറങ്ങിക്കാന്ന് വെച്ചിട്ട് ഞാനൊന്ന് കിടന്ന് നോക്കി. പക്ഷേ എനിക്കെന്തോന്ന് അറിയില്ല, തലവേദനയ്ക്കൊന്നും ഇങ്ങനെ കിടക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ പിന്നെ എണീറ്റ് വേഗം. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വ്യൂ നമ്മുടെ കുതിരാനെത്തനടി തൊട്ട് മുന്നുള്ളതാണ്. നമ്മുടെ മലയിൽ ഇങ്ങനെ കോടമഞ്ഞ് തൊട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കണ വ്യൂ. ആ കാഴ്ച നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ബസ് യാത്രക്കിടയിൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ റോസപ്പൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഞങ്ങൾ ഏകദേശം ഉച്ച സമയമാകുമ്പോൾ എത്തിയ കാരണം ഒരു പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റോസപ്പൻ വീക്ക്ലി വരുന്നതാണ്. അപ്പോൾ വാഷ് ചെയ്യാനുള്ള തുണി ഞങ്ങളുടെ കയ്യിലാണ് ഇപ്രാവശ്യം തന്നു വിട്ടത്. നിങ്ങൾ പോലെ മഴയൊക്കെ തുണിക്ക് ഉണക്കി വെച്ചേക്ക്, ഞാൻ അങ്ങ് വന്നേക്കാമെന്നും പറഞ്ഞിട്ട് റോസപ്പൻ തന്നു. പിന്നിൽ ഞാനുണ്ട് എന്നുള്ള ബോധമല്ലാണ്ട് രണ്ടും കൂടി നടക്കുന്നത്. പിന്നെ ഏട്ടന് അറിയാലോ ഞാൻ എവിടെ ഇട്ടാലും തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നോളൂ എന്ന്. അപ്പോൾ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലോട്ട് വിട്ടു, പാലക്കാട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ആലോചിച്ച് നിന്നു, തൃശ്ശൂർക്ക് കയറണോ അതോ ഗുരുവായൂർക്കുള്ള ബസ്സിൽ കയറണോ എന്ന്. പിന്നെ കണ്ണിൽ കണ്ടത് നേരെ തൃശ്ശൂർക്കുള്ള ബസ്സാണ്. അപ്പോൾ തൃശ്ശൂർക്കുള്ള ബസ്സിലോട്ട് തന്നെ ഞങ്ങൾ കയറി. പിന്നെ കിരൺ സാറിന് ഇതൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കിരൺ സാറ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ കുന്നംകുളത്ത് KSRTC ബസ്സിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് കുന്നംകുളത്ത് നിന്ന് ആരെങ്കിലും വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്യാനാണ് പോവാറ്. ഞാൻ നല്ല വൈബ് അടിച്ചിട്ട് തന്നെ കേട്ടോ ഇരുന്നിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ ബസ് യാത്ര ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വണ്ടി അങ്ങനെ നേരെ പറപ്പിച്ച് വിടപ്പാപ്പാന്നും പറഞ്ഞിട്ട് നല്ല വീട്ടിൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ബ്ലോക്കും കിട്ടി. പിന്നെ നമ്മൾ മണ്ണുത്തി എത്തിയപ്പോൾ രാജാവിന് എന്തൊക്കെയെന്നും പറഞ്ഞിട്ട് ഒരു ആനയും ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ ടൗൺ എത്തിയപ്പോൾ നല്ല കിടുക്കാച്ചി മഴ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ KSRTC ബസ്സിൻ്റെ വൈപ്പർ ഇളകുന്നില്ല ഗായ്സ്. അത് കുറച്ച് നേരം എന്നെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂരെത്തി ഇറങ്ങിയതിന് ശേഷം ഏട്ടൻ എന്നോട് ചോദിച്ചു, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന്. ഞാനല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ബട്ടർ സ്കോച്ചും വേണമെന്ന്. അപ്പോൾ ഏട്ടൻ ഒരു മാംഗോ ഷേക്കും അടിച്ചു, ഞാനൊരു ബട്ടർ സ്കോച്ചും അടിച്ചു. നേരെ ഞങ്ങൾ ഗുരുവായൂർക്കുള്ള KSRTC തന്നെ കയറി. ഗുരുവായൂർ വന്നിറങ്ങിയിട്ട് ഗുരുവായൂരിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്കുള്ള KSRTCയിൽ കയറി നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഓട്ടോറിക്ഷയും വിളിച്ച് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷീന അവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ വാങ്ങിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ബാക്കി വീഡിയോ പിന്നാലെ വരും. ഓക്കെ, ബായ്.